സൈക്കോസൊമാറ്റിക് എന്ന് പറയും. സൈക്കോസൊമാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഒന്ന് നമ്മൾ പറയുന്ന ഈ പെപ്റ്റിക് അൾസർ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും സ്ട്രെസ് ഉണ്ടെങ്കിൽ കൂടും, ഒരുപാട് കൂടും. അതുപോലെ സ്കിന്നിന്റെ കുറെ ഇൻഫെക്ഷൻസ് സ്ട്രെസ് ഉള്ള സമയത്ത് കൂടാറുണ്ട്. അതുകൊണ്ട് വരുന്നു എന്നല്ല, ഉള്ളതുകൊണ്ട് കൂടണ കാര്യമാണ് പറഞ്ഞത്. ഇതുകൊണ്ട് മാത്രം പലപ്പോഴും വരുന്ന ഒരുപാട് ഈ അസുഖങ്ങളുണ്ട്. ഇപ്പോൾ മൈഗ്രെയിൻ എന്ന് പറയുന്നത് പലപ്പോഴും സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിരിക്കും, വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടാവണമെന്നില്ല. ഈവൻ ചില സമയത്ത് ശ്വാസം മുട്ടൽ എന്നൊക്കെ നമ്മൾ പറയുന്ന ആസ്മ പോലും ഈ അലർജിയുടെ ഒക്കെ ഉണ്ടാവാൻ അല്ലാതെ ചിലപ്പോൾ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ്. അപ്പോൾ എല്ലാ ഈ നമ്മൾ പറയുന്ന അസുഖങ്ങളിലും ചിലപ്പോൾ ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് ചിലപ്പോൾ ഈ ഡിപ്രഷനൊക്കെ, മൈനർ ഡിപ്രഷനൊക്കെ പലപ്പോഴും പ്രസന്റ് ചെയ്യപ്പെടും പെയിനായിട്ടായിരിക്കും, ബാക്ക് പെയിന് അങ്ങനെയൊക്കെ ആയിരിക്കും. തിരിച്ചുണ്ട് കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ അനുഭവിക്കുന്നവർ ഡിപ്രഷനിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു